ഹലോ സ്റ്റുഡൻസ്, ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ പഠിക്കുന്നതിൻ്റെ മുന്നായിട്ട് എന്താണ് ഓപ്പാമ്പ്, എന്തുകൊണ്ട് അതിന് ആ പേര് വന്നു, ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സാധാരണ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് എ ഹൈ ഗെയിൻ ഡി സി കപ്പിൾഡ് ആംപ്ലിഫയർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡി സി ആംപ്ലിഫയർ. ഡി സി അടക്കം ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയറാണ്. ഹൈ ഗെയിൻ ഉണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം അതുപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. എന്നാൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് നമുക്ക് ഒരു എല്ലാ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസും എന്ന് പറഞ്ഞാൽ സമ്മിങ്, സിഗ്നൽസ് സമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിഗ്നൽസിൻ്റെ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട്, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയർ യൂസ് ചെയ്യാൻ പറ്റും. സോ എല്ലാ ഓപ്പറേഷൻസും മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഓപ്പാമ്പിന് ആ പേര് വരാൻ കാരണം, ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നുള്ള പേര് വരാൻ കാരണം. ഓക്കെ, then it is also used for sign changing. സൈൻ ചേഞ്ചിങ് ആണ് ഇൻവെർട്ടഡ് സിഗ്നൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫേസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വോൾട്ടേജ് റെഗുലേഷൻ, ദെൻ അനലോഗ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ സിസ്റ്റംസ്, ഓസിലേറ്റർ സർക്യൂട്ട്സ്, പൾസ് ജനറേറ്റേഴ്സ്, സ്ക്വയർ വേവ് ജനറേറ്റേഴ്സിലെല്ലാം ഇതിലെല്ലാം നമുക്ക് ഓപ്പാമ്പിൻ്റെ ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. നേരെ വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസും ഓപ്പറേഷൻസും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ ഉണ്ട്. അതിന് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയും. ദെൻ വാട്ട് ആർ ദ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ? ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് പാരാമീറ്റേഴ്സ് നമ്മൾ സാധാരണ കേൾക്കുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിന്, കറൻറ്റ് ഗെയിൻ, അതൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു ആംപ്ലിഫയറിൻ്റെ പാരാമീറ്റേഴ്സായിട്ട് പറയാറ്. നേരെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് ഇൻ അഡീഷൻ ടു ഓൾ ദിസ്, ഈ എല്ലാ പാരാമീറ്റേഴ്സിനും കൂടാതെ നമുക്ക് അഡീഷണലായിട്ട് കുറേ പാരാമീറ്റേഴ്സും കൂടിയുണ്ട്. അതിൽ പെടുന്നതാണ് ഒന്ന് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫസ്റ്റ് സ്റ്റേജ്, നിങ്ങളെ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് അല്ലേ. അന്നേരം ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ഇൻപുട്ടുണ്ട്, പോസിറ്റീവ് ഇൻപുട്ടും ഉണ്ട്, നെഗറ്റീവ് ഇൻപുട്ടുണ്ട്. അന്നേരം ഈ പോസിറ്റീവ് ഇൻപുട്ടും നെഗറ്റീവ് ഇൻപുട്ടിൻ്റെ ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്യുക. സോ ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. മെയിനായിട്ട് ഡിഫറൻസ് രണ്ട് സിഗ്നലിൻ്റെ കോമൺ മോഡ് സിഗ്നലിനേക്കാളും ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓപ്പറേഷണൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. കോമൺ മോഡ് സിഗ്നലിനേക്കാളും അത് ബൂസ്റ്റ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ സിഗ്നലാണ്. നേരെ ശരിക്കും അതിൻ്റെ കോമൺ മോഡ് ആംപ്ലിഫയിങ്ങിനേക്കാളും നമ്മൾ കൂടുതൽ അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ എല്ലാം പറയുന്നത് ഡിഫറൻസ് സിഗ്നലിൻ്റെ വോൾട്ടേജ് ഗെയിനായിട്ടാണ് പറയുന്നത്. നേരം ഇതിലിപ്പോൾ നമ്മൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോമൺ മോഡ് വോൾട്ടേജ് കൊടുക്കുന്നത് രണ്ട് സിഗ്നലും ഒരുപോലെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇൻപുട്ടിൽ ഒരു സിഗ്നലും കൊടുക്കുന്നില്ല. ആ സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ഔട്ട്പുട്ട് സീറോ ആയിരിക്കണം. അന്നേരം അതിൽ ചിലപ്പം എല്ലപ്പം ഐഡിയലിയാണ് നമുക്ക് അങ്ങനെ സീറോ വോൾട്ടേജ് എന്ന് പറയാൻ പറ്റുന്നത് അല്ലേ. അതേസമയം ദർ മേ ബി സം വോൾട്ടേജസ് ഡ്യൂറിങ് സീറോ ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നൽ സീറോ ആകുന്ന സമയത്തും എന്തുണ്ടാവാം? ഔട്ട്പുട്ട് സീറോ ആവണമെന്നില്ല. കുറച്ച് വോൾട്ടേജ്, മില്ലി വോൾട്ട് റേഞ്ചിലുള്ള വോൾട്ടേജ് ഉണ്ടാവാം. അന്നേരം ആ വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ഇൻപുട്ട് ഇങ്ങനെ വരുന്ന സീറോ വോൾട്ടേജിനെ നമ്മൾ സീറോ ആക്കി കളയാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കൊടുക്കുന്ന അതിന് ഓഫ്സെറ്റ് ഇൻപുട്ട്സ് ഉണ്ട്. ഓഫ്സെറ്റ് നെഗറ്റീവ് ഇൻപുട്ടും ഓഫ്സെറ്റ് പോസിറ്റീവ് ഇൻപുട്ടും ഉണ്ട്. അന്നേരം ആ രണ്ട് ഇൻപുട്ടിലും അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സാധാരണ നമുക്കൊരു 6 മില്ലി വോൾട്ട് വരെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് കൊടുക്കുന്നിടത്തേക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോ ആയിട്ട് വരും. അന്നേരം ഇൻപുട്ട് സിഗ്നൽ എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നെഗറ്റീവ് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ സീറോ കൊടുത്തിരിക്കണം, ഗ്രൗണ്ട് ചെയ്തിരിക്കണം.
ദെൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ 0 ആയിരിക്കില്ല. അന്നേരം ഓഫ്സെറ്റ് വോൾട്ടേജിൽ പോസിറ്റീവ് ഓഫ്സെറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ നെഗറ്റീവ് ഓഫ്സെറ്റ് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യാം, ചെറിയൊരു വോൾട്ടേജ് കൊടുത്തു നോക്കുക, ഒരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് നോക്കാം. അന്നേരം ആ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് എന്ത് ചെയ്യും, കുറഞ്ഞ് 0യിലേക്ക് വരും. അന്നേരം അത് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കാം. സാധാരണ 741C എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 741C എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒപ്പാമ്പാണ് എന്ത് 741C എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പാക്കേജിൽ പഠിച്ചതാണ്. എന്നിട്ട് 741C എന്ന് പറഞ്ഞാൽ നമ്മൾ ലബോറട്ടറി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ ചെയ്യുന്നവരെല്ലാം യൂസ് ചെയ്യുന്ന ഇതാണ് ഒപ്പാമ്പാണ് 741C. അതിൻ്റെ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 6 മില്ലി വോൾട്ടേജാണ്. ഓക്കെ. ദെൻ അതേപോലെ തന്നെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഉണ്ട്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇൻപുട്ടിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇൻപുട്ടിൽ വരുന്ന കറൻറ്റിൻ്റെ ആൾജിബ്രായിക് ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, 0 കൊടുക്കുന്ന സമയത്തും ദർ മേ ബി സം കറണ്ട് അല്ലേ, കറണ്ട് ഉണ്ടാവും. അത് പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള കറൻറ്റിൻ്റെ ഡിഫറൻസിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ആ ഓഫ്സെറ്റ് കറണ്ട് സാധാരണ 200 നാനോ ആംപിയർ ഒക്കെയാണ് 741Cയിൽ ഉണ്ടാവുക. ഓക്കെ. ദെൻ അടുത്തത് ഇൻപുട്ട് ബയാസ് കറണ്ട്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 8 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതി വെക്കാം. അന്നേരം ഇൻപുട്ട് ബയാസ് കറണ്ട്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറൻറ്റും ബയാസ് കറൻറ്റും തമ്മിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഓഫ്സെറ്റ് കറണ്ട് ആണെങ്കിൽ ഇൻപുട്ടിൽ വരുന്ന രണ്ട് കറൻറ്റിൻ്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് പറയുന്നത്. പക്ഷേ രണ്ടിൻ്റെയും ആവറേജാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിന് എന്താണ് പറയുക, ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറയുക. ഓക്കെ. നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെയും ആവറേജ് ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അതിനെ ഇൻപുട്ട് ബയാസ് കറണ്ട് പറയും. സാധാരണ 500 നാനോ ആംപിയർ വരെ ഈ ഓപ്പാമ്പിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ അടുത്തത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. അന്നേരം നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓപ്പാമ്പിന് 2 ഇൻപുട്ടുണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലുണ്ട്, ഇൻവേർട്ടിംഗ് ടെർമിനലുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യുക, ഗ്രൗണ്ട് ചെയ്യുക. എന്നിട്ട് മറ്റെടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് അക്രോസുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. ആ സമയത്ത് കിട്ടുന്ന റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആയിരിക്കും ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഏതെങ്കിലും ഒരെണ്ണം, ഒന്നുകിൽ പോസിറ്റീവ് ടെർമിനൽ അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യുക. ദെൻ വിത്ത് റെസ്പെക്റ്റ് ടു ദാറ്റ് ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. അതിനാണ് എന്ത് പറയുന്നത്, ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സാധാരണ ഇൻപുട്ട് റെസിസ്റ്റൻസ് മെഗാ ഓമിൽ 2 മെഗാ ഓം റേഞ്ചിലായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ. ദെൻ അടുത്തത് ഓഫ്സെറ്റ് വോൾട്ടേജ് അഡ്ജസ്റ്റ്മെൻറ്റ് റേഞ്ച്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാം, നമ്മൾ വോൾട്ടേജ് ഓഫ്സെറ്റ് വോൾട്ടേജ് കൊടുക്കാറുണ്ട് അല്ലേ, ഔട്ട്പുട്ട് വോൾട്ടേജ് നൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് കൊടുക്കാറുണ്ട്. അന്നേരം അതിൻ്റെ ഏകദേശം റേഞ്ച് എത്രയാണ്, സാധാരണ ഓഫ്സെറ്റ് നൾ കാപ്പബിലിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ഓഫ്സെറ്റ് വോൾട്ടേജ് അഡ്ജസ്റ്റ്മെൻറ്റ് റേഞ്ച് എത്രയാണ്. പോസിറ്റീവ് ഓർ നെഗറ്റീവ് 15 മില്ലി വോൾട്ടാണ് സാധാരണ വേണ്ടി വരുന്നത് ഓഫ്സെറ്റ് നൾ ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ആ ലിമിറ്റിൻ്റെ ഉള്ളിലായിരിക്കും വരിക. ഓക്കെ. നെക്സ്റ്റ് ആണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഇറ്റ് ഈസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എല്ലാ എക്സാമിനും, PSC എക്സാമിനും എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. എല്ലാ ബേസിക് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ബേസിക് അറിവാണ്. എന്താണ് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന്. ആ പേരിൽ ഇതിൽ തന്നെ ഉണ്ട്, ആ പാരാമീറ്ററിൽ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്. CMRR എന്ന് പറയുന്നത് കോമൺ മോഡിനെ റിജക്റ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ആൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ലേ. ഓപ്പാമ്പ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറാണ്. പക്ഷേ ഇത് ഡിഫറൻസ് ആംപ്ലിഫയർ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൽ നമ്മൾ സെയിം സിഗ്നൽ ചിലപ്പോൾ കൊടുത്തേക്കാം അല്ലേ. പോസിറ്റീവ് ഇൻപുട്ടിലും നെഗറ്റീവ് ഇൻപുട്ടിലും സെയിം സിഗ്നൽ നമ്മൾ കൊടുക്കും. ഇപ്പോൾ നമ്മളൊരു ഫങ്ഷൻ ജനറേറ്ററിന് പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും ഒരേ പ്രോബ് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുക, 2ലേക്ക് അങ്ങ് കൊടുത്തേക്കുക. നേരെ കോമൺ മോഡായി, 2ലും ഒരേ സിഗ്നലായി. അങ്ങനെ വരുന്ന സിഗ്നലിനെ ഇത് ബൂസ്റ്റ് ചെയ്യേയില്ല. അതാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത. ഒരിക്കലും അത് അങ്ങനെയുള്ള ഒരു സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യൂല. അതെന്ത് ചെയ്യും, ഔട്ട്പുട്ട് നമുക്ക് ഏകദേശം 0 വാല്യൂവിന് അടുത്ത് തന്നെയായിരിക്കും കിട്ടും. വളരെ വളരെ ചെറിയ ഗെയിൻ,
ശരിക്കും ഇപ്പോൾ രണ്ടിലും വരുന്നത് രണ്ടും ഒരേ സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ഗെയിൻ എന്ന് പറയുന്നത് 0.01 എന്നൊക്കെയാണ് പറയാം. കോമൺ മോഡ് റിജക്ഷനിൽ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് 0.01 ഒക്കെ ആയിരിക്കും സാധാരണ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിനുണ്ടാവും. അത്രയും വളരെ കുറഞ്ഞ ഒരിതാണ് വരിക. ദെൻ ഇത് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ഗെയിൻ ഇൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ആൻഡ് കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ. ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിനും ഡിഫറൻസ് മോഡ് വോൾട്ടേജ് ഗെയിൻ ആൻഡ് കോമൺ മോഡ് വോൾട്ടേജ് ഗെയിനാണ് നമ്മളെന്ത് പറയുന്നത് CMRR എന്ന് പറയുന്നത്. എന്താണ് ഡിഫറൻസ് മോഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് സിഗ്നലാണ് ഇൻപുട്ട്, പോസിറ്റീവ് ഇൻപുട്ട് ടെർമിനലിൽ നെഗറ്റീവ് ടെർമിനലും കൊടുത്തെന്നിരിക്കാം. സപ്പോസ് പോസിറ്റീവ് ടെർമിനലിൽ ഒരു 3 വോൾട്ട് 50 ഹെർട്സിൻ്റെ AC കൊടുത്തു. ദെൻ മറ്റേതിൽ നമ്മൾ 1 വോൾട്ട് 50 ഹെർട്സിൻ്റെ AC കൊടുത്തു. രണ്ടും വ്യത്യാസമുണ്ടല്ലോ സിഗ്നൽ അല്ലേ, രണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്. സോ സിഗ്നൽ രണ്ടും വ്യത്യാസമുണ്ടെന്ന് നമുക്ക് പറയാം. ആ വ്യത്യാസത്തിന് എന്ത് ചെയ്യും, ഈ ഓപ്പാമ്പ് നല്ലോണം ബൂസ്റ്റ് ചെയ്യും, ഹൈ ഗെയിൻ പ്രൊവൈഡ് ചെയ്യും. നേരം ആ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് ഗെയിൻ വളരെ വളരെ കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 20 ലാക്ക് വരെ ഗെയിൻ വരുന്നുണ്ട് അല്ലേ. ഡിഫറൻസ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഹൈ ഗെയിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നേരം അതേസമയം കോമൺ മോഡിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ ഈ രണ്ട് ഗെയിനും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആയിട്ട് കാണിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ. ദെൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ CMRR എന്ന് പറഞ്ഞാൽ കൂടുതൽ dB ഉണ്ടാവും. നമുക്കറിയാം സാധാരണ നമ്മൾ ചെയ്യുന്നേരം ഒരു 60 dB ഒക്കെയാണ് നമുക്കൊരു ആംപ്ലിഫയറിൻ്റെ ഗെയിന് മാക്സിമം കിട്ടുക. അതേസമയം CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗെയിനായിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 90 dB വരെ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ നമുക്ക് കിട്ടും. അന്നേരം ഈ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സാണ്. അന്നേരം അത് എത്ര കണ്ട് ഡിഫറൻസ് സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു. അന്നേരം ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ നമ്മൾ ഡിഫറൻസ് സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അന്നേരം എത്ര കണ്ട് ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻറ്റാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ സപ്ലൈ വോൾട്ടേജ് റിജക്ഷൻ റേഷ്യോ, ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിൽ ഉണ്ടാവുന്ന വേരിയേഷൻ. ഇപ്പോൾ നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്, ഇപ്പോൾ സാധാരണ ഒരു 741Cയിൽ നമ്മൾ ഓപ്പാമ്പിൽ സാധാരണ പോസിറ്റീവ് 15 വോൾട്ടും നെഗറ്റീവ് 15 വോൾട്ടാണ് നമ്മൾ എപ്പോഴും കൊടുക്കുക. പോസിറ്റീവ് വോൾട്ടേജ് ആൻഡ് നെഗറ്റീവ് വോൾട്ടേജ് ഇല്ല, പോസിറ്റീവ് VCC ആൻഡ് നെഗറ്റീവ് VCC കൊടുക്കുന്നുണ്ട് അല്ലേ ഓപ്പാമ്പിൽ. നമ്മൾ പോസിറ്റീവ് VCC മാത്രം സാധാരണ കോമൺ എമിറ്റർ ആംപ്ലിഫയറിലും FETയിലും എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് VCC മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഓപ്പാമ്പിൽ നമ്മൾ 2 വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് VCC ആൻഡ് നെഗറ്റീവ് VCC. ഈ രണ്ട് വോൾട്ടേജും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് എന്നാൽ രണ്ടിപ്പം പോസിറ്റീവ് 15 വരും, പോസിറ്റീവ് 14 അല്ലെങ്കിൽ പോസിറ്റീവ് 13, അങ്ങനെ നമ്മൾ ചെറിയൊരു ഡിഫറൻസ് വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജിൽ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിൽ എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവാം അല്ലേ. അന്നേരം ആ ഓഫ്സെറ്റ് വോൾട്ടേജിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ഇത് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഓപ്പാംസ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ സപ്ലൈ വോൾട്ടേജ്. അന്ന് ഞാൻ എന്ത് പറയുന്നത് SVRR, സപ്ലൈ വോൾട്ടേജ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ S741Cൻ്റെ സപ്ലൈ വോൾട്ടേജ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് 150 മൈക്രോ വോൾട്ട് പെർ വോൾട്ടാണ്. അന്നേരം ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് 150 മൈക്രോ വോൾട്ട് വരെ മാറാം 1 വോൾട്ട് ചേഞ്ച് സപ്ലൈ വോൾട്ടേജിൽ ഉണ്ടായാൽ. ഓക്കെ. Then large signal voltage gain, it is also known as difference mode gain. Difference mode gain തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാർജ് സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. എന്നാൽ ഓപ്പാമ്പ് ഉദ്ദേശിക്കുന്നത് 2 ഇൻപുട്ടിലും കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഓപ്പറേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് എൻ ഓപ്പാമ്പ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ ആണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ 2 സിഗ്നൽ 2 പ്രോബിനും അടക്കമുള്ള ഡിഫറൻസ് മൈക്രോ വോൾട്ടിലുള്ള ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്ത് ഹൈ വോൾട്ടേജ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. വേറെ
അതിനെ നമുക്ക് പറയുന്നത് ഡിഫറൻസ് മോഡിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നു. ദെൻ ദ ഇമ്പോർട്ടൻ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഡിഫറൻസ് മോഡ് ഗെയിൻ ആണ്. ഡിഫറൻസ് മോഡ് ഗെയിൻ തന്നെയാണ് നമ്മൾ ലാർജ് സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ എന്ന് ഓപ്പാമ്പിൻ്റെ കേസിൽ പറയുന്നത്. നേരെ എന്തായിരിക്കും വോൾട്ടേജ് ഗെയിൻ? വോൾട്ടേജ് ഗെയിൻ നമുക്കറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. പക്ഷേ ഇവിടെ എന്താ വരിക? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്. രണ്ടെണ്ണം ഉള്ളതുകൊണ്ട്, രണ്ട് ഇൻപുട്ടില്ലേ, അതുകൊണ്ട് അതിനെന്താ പറയുക? ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്. അതാണ് നമ്മൾ വോൾട്ടേജ്. അല്ലാണ്ട് കോമൺ ഇൻപുട്ട് വോൾട്ടേജിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഇല്ല, നമ്മളതിന് വേണ്ടിയിട്ട് ഒപ്പം യൂസ് ചെയ്യുന്നില്ല. സോ വോൾട്ടേജ് ഗെയിൻ ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്. സാധാരണ ഒരു 741Cൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 20 ലാക്ക് വരെ പോവാം. ഇനി ഔട്ട്പുട്ട് സിങ്, വോൾട്ടേജ് സിങ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഒരു ഓസിലേറ്റർ ഡിസൈൻ ചെയ്തു, അല്ലെ, ആർസി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന മാക്സിമം സ്വിങ് എന്ന് പറയുന്നത്, ഒരു ആർസി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന മാക്സിമം സ്വിങ് എന്ന് പറയുന്നത് ±6 വോൾട്ടാണ്. അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ±6 വോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 12 വോൾട്ട് പവർ സപ്ലൈ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം 6 വോൾട്ട് പോസിറ്റീവിലും മാക്സിമം 6 വോൾട്ട് നെഗറ്റീവിലുമാണ് വരുന്നത്. അന്നേരം ഈ പോസിറ്റീവ് ഓർ നെഗറ്റീവ് 6 വോൾട്ട് വരുന്നതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിനനുസരിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഓപ്പാമ്പിലും നമുക്ക് കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് സ്വിങ് ഉണ്ട്. സ്വിങ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും പോകുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, അതിനാണ് വോൾട്ടേജ് സ്വിങ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു 15 വോൾട്ട് വരെ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് 13 വോൾട്ട് വരെ സ്വിങ് വരാം, ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിങ് ഉണ്ടാവാം. അതാണ് നമ്മളെ 741Cയിലാണ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് 13 വോൾട്ട് വരെ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിങ് ഉണ്ടാകും. ദെൻ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. ഹൈ എന്ന് പറയുന്നത് മെഗാ ഓമിലുള്ള 2 മെഗാ ഓമാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ്. നേരെ ഒരു ആംപ്ലിഫയറിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കണം, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലോ ആയിരിക്കണം. ഇമ്പിഡൻസ് മാച്ചിങ് സർക്യൂട്ട്. ഇപ്പോൾ എമിറ്റർ ഫോളോവറിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെയുള്ളൊരു ഫീച്ചർ എന്തിനും ഉണ്ട് ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ കുറവാണ്. അന്നേരം RO എന്ന് പറയുന്നത് നമുക്കറിയാം. RO എന്ന് പറയുന്നത് ഏതിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിരുന്നു? കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് തന്നെയാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിട്ട് വരിക. ലാസ്റ്റ് സ്റ്റേജ് 3 സ്റ്റേജിലുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സ്റ്റേജ്, ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്, ദെൻ കോംപ്ലിമെൻ്ററി പുഷ് പുൾ ആംപ്ലിഫയർ സ്റ്റേജ്. ആ കോംപ്ലിമെൻ്ററി പുഷ് പുൾ ആംപ്ലിഫയർ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജ് തന്നെയാണ് ഒരു ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 75 ഓം വരെ ഉണ്ടാവാം. 75 ഓമാണ്. മറ്റേത് 2 മെഗാ ഓമാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എത്രയുണ്ട്? 275 ഓം മാത്രമേ ഉള്ളൂ എന്നാണ് ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഐഡിയലി ഒരു ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഐഡിയലി ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ഇൻഫിനിറ്റി ആയിരിക്കണം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അന്നേരം ഇതാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് പാരാമീറ്ററാണ്. ദെൻ നെക്സ്റ്റ് സ്ലീവ് റേറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓപ്പാമ്പിൻ്റെ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ഇൻപുട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടായി, നമ്മൾ ഇൻപുട്ടിൽ പല ഫ്രീക്വൻസിയും കൊടുക്കും അല്ലേ. ഇൻപുട്ടിൽ പോസിറ്റീവ് ഇൻപുട്ടിൽ നെഗറ്റീവ് ഇൻപുട്ടിലെല്ലാം പല ഫ്രീക്വൻസിയും കൊടുക്കും. എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി മുതൽ DC മുതൽ ഹൈ ഫ്രീക്വൻസി വരെ ആംപ്ലിഫൈ ചെയ്യാനുള്ള ആംപ്ലിഫയറാണ് എന്ത്? ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അതേസമയം നമ്മൾ ഫ്രീക്വൻസി കൂടുന്തോറും ഓപ്പാമ്പ് പെട്ടെന്ന് ഇതിനെ റെസ്പോണ്ട് ചെയ്യണം, ചേഞ്ച് ഇൻ ഫ്രീക്വൻസീനെ അത് എന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. സോ ആ കഴിവിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്? സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. നേരെ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലുണ്ടാവുന്ന ചേഞ്ച് ഇൻപുട്ടിൻ്റെ വോൾട്ടേജിന് അനുസരിച്ചിട്ടുണ്ടാകുന്ന ഔട്ട്പുട്ടിലുണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മളെന്ത് പറയുന്നത്? സ്ലീവ് റേറ്റ് എന്നാണ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് കോസ്ഡ് ബൈ എ സ്റ്റെപ്പ് ഇൻ വോൾട്ടേജ് ആൻഡ് ഈസ് യൂഷ്വലി സ്പെസിഫൈഡ് ഇൻ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്.
അന്നേരം നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് ഒരു സ്ക്വയർ വേവ് ആയിരിക്കും. സ്ക്വയർ വേവിൻ്റെ സ്റ്റെപ്പ് ചെയ്യുന്ന നേരം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ 0 ഹൈയിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്ന നേരം അത് എത്ര പെട്ടെന്ന് അത് ഇതാക്കുന്നു. അന്നേരം നമ്മളിപ്പോൾ സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സ്ക്വയർ വേവ് കറക്റ്റ് സ്ക്വയർ വേവ് തന്നെയാണെന്നില്ല. അവിടെ ഒരു എന്തുണ്ടാവാം, ഒരു സ്ലോപ്പ് ഉണ്ടാവാം അല്ലേ. ആ സ്ലോപ്പ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ റെസ്പോൺസ് ടൈം കൂടുതലെടുക്കുന്നതുകൊണ്ടാണ്. ഓപ്പറേഷൻ ആംപ്ലിഫയർ നേരെ ഇൻപുട്ടിൽ ശരിക്കും നമ്മൾ ഒരു സ്ക്വയർ വേവ് കൊടുത്തെന്നായിരിക്കും. ഇൻപുട്ടിൽ സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് തന്നെയാണ് വേണ്ടത്, ഇതേപോലെയുള്ളൊരു സ്ക്വയർ വേവാണ് വേണ്ടത് അല്ലേ. അതേസമയം ഓപ്പാമ്പിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇതുണ്ടാവും. ഇൻപുട്ടിൽ നമ്മൾ സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാലും ഔട്ട്പുട്ടിൽ വരുന്നത് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും വരും, ചെറിയൊരു സ്ലോപ്പ് പോലെ ഉണ്ടാവും. നേരെ ഇത് ഉണ്ടാവുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം, ഓപ്പാമ്പ് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നേരെ അതിൻ്റെ മെഷർമെൻറ്റിനാണ് എന്ത് പറയുന്നത്, സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് കോസ്ഡ് ബൈ എ സ്റ്റെപ്പ് ഇൻ വോൾട്ടേജ്. സ്റ്റെപ്പ് ഇൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ഒരു പൾസ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിലുണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ എത്ര ഔട്ട്പുട്ട് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, അതിനെയാണ് എന്ത് പറയുന്നത്, സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. സോ സ്ലീവ് റേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്ലീവ് റേറ്റ്? സോ ഇറ്റ് ഈസ് ഓൾവേസ് ഡിനോട്ടഡ് ഇൻ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. വോൾട്ട് പെർ സെക്കൻഡ് അല്ല, വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. അത്രയും വെരി ലോ ടൈമിനുള്ളിലുണ്ടാവുന്ന ചേഞ്ച് ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി ഓൾസോ ഡിനോട്ട്. നമുക്ക് സാധാരണ ഇതിൻ്റെ അകത്ത് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് അവിടെ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇതിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, ഈ സ്ലീവ് റേറ്റ് ഉണ്ടാവാനുള്ള ചാൻസ്. സോ dVc/dt കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജിലുള്ള ചേഞ്ച് ആയിട്ടും കാണിക്കാം. സോ ഇറ്റ് ക്യാൻ ബി ഓൾസോ എക്സ്പ്രസ്ഡ് ആസ് Imax/C ആയിട്ട്. സോ അതേപോലെ തന്നെ ഇൻപുട്ട് ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ലീവ് റേറ്റ് ഈക്വൽ ടു 2πf × Vm എന്ന് വരും. വാട്ട് ഈസ് എഫ്? ഇൻപുട്ട് ഫ്രീക്വൻസി. Vm എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ്. രണ്ട് വ്യത്യാസമുണ്ട്. ഇൻപുട്ട് ഫ്രീക്വൻസിയും ഔട്ട്പുട്ട് Vm ആണ്. ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പൾസിൻ്റെ ഫ്രീക്വൻസി, ദെൻ Vm എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിലുണ്ടാകുന്ന വോൾട്ടേജ്. 741C സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡാണ്. 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. അന്നേരം ഇതെല്ലാം ടിപ്പിക്കൽ വാല്യൂസാണ്. 741C വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലോ, CMRR 90 dB, ഇൻപുട്ട് റെസിസ്റ്റൻസ് 2 മെഗാ ഓം, ദെൻ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 75 ഓം, ദെൻ വോൾട്ടേജ് ഗെയിൻ 2 ലാക്ക് എന്നെല്ലാം പറയുന്നത് 741C ടിപ്പിക്കൽ വാല്യൂ ആണ്. അതിനായിട്ടുള്ള വാല്യൂസാണ് പറയുന്നത്. സോ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെയാണ് അതിൻ്റെ വാല്യൂസ് എന്നുള്ളത്. ഓക്കെ, ദെൻ പവർ കൺസംഷൻ, എത്ര പവർ വരെ കൺസംഷൻ. അന്നേരം 741C മാക്സിമം ഉണ്ടാകുന്ന പവർ കൺസംഷൻ ക്വിസൻ്റ് DC പവറാണ് പറയുന്നത്. DC പവർ കൺസംഷൻ എന്ന് പറയുന്നത് 85 മില്ലി വാട്ട് വരെയാണ് മാക്സിമം വരുന്നത്. ഓക്കെ, താങ്ക് യു.